ഇന്ന് എൻ്റെ സമുദ്രയുടെയും ഉച്ചവരെയുടെ ഒരു ജീവിതത്തെ പറ്റി പറയാം. ജൂൺ തുടങ്ങിയത് മുതൽ ഫുള്ള് പണികിട്ടലാണ്. സമുദ്ര രാത്രി ഉറങ്ങാതെ കരച്ചിലും ബഹളവും. എനിക്കതുകൊണ്ട് വൈകി തുടങ്ങുന്ന പകലുകളുമാണ്. സോ ഭക്ഷണം കഴിക്കലൊക്കെ ആകെ താളം തെറ്റിയൊരവസ്ഥയിലാണ്. റുട്ടീൻ ഒന്നുമില്ലാത്ത ഒരു കൊച്ചുകുട്ടിയും കുറേ റുട്ടീനും പ്ലാനും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു അഡൾട്ടും കൂടിയുള്ള മൽപ്പിടുത്തമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടെന്താ, മുറിയിലെ ജനൽപ്പടിയിൽ ഒരു കലണ്ടർ ഇരിപ്പുണ്ട്. അതൊന്നും മറിച്ചിടാൻ പോലും തോന്നാത്തത്ര തിരക്കാണ് എനിക്കിപ്പോൾ. അതിന് മാത്രം എന്താ ജോലി? ഫുഡ് ഉണ്ടാക്കുന്നില്ല, വീട് ക്ലീൻ ചെയ്യുന്നില്ല, സദാ വീട്ടിൽ തന്നെ. എൻ്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ, കുട്ടിയുടെ കാര്യങ്ങൾ, ഈ വീഡിയോ എടുപ്പ്, പിന്നെ കുറച്ച് ക്ലാസ് കേൾക്കൽ, ഇതൊരു ജോലിയാണോ എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ശരിയാ, ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ഇതൊന്നും ഒരു ജോലിയേ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടി ഉറങ്ങുന്നതോ അല്ലെങ്കിൽ കരയാതിരിക്കുന്നതോ ആയ ഇത്തിരി ടൈമിനിടയിൽ ഇതൊക്കെ തീർക്കുക എന്നുള്ളതാണ് ടാസ്ക്. ആ ചെറിയ സമയപരിധിയിൽ തീർക്കാൻ പരിശീലിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ശരിയാകുമായിരിക്കും അല്ലേ? മോങ്ങാനിരിക്കുന്ന നായയുടെ തലയിൽ തേങ്ങ വീടുമെന്ന് പറഞ്ഞ അവസ്ഥയാണ് എനിക്കിപ്പോൾ. ആദ്യമേ പറഞ്ഞ പണി കിട്ടലില്ലേ, അത് കിട്ടിയത് അബി കാരണമാണ്. ചെറുതായിട്ട് അബിയുടെ അവനൊരു പണി കൊടുത്തിട്ടുണ്ട്. ആൾക്കതുകൊണ്ട് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. നടക്കാനും എണീക്കാനും എഴുന്നേക്കാനും ഇപ്പോൾ ഒരാളുടെ ഹെൽപ്പ് വേണം. കുറച്ച് ബെറ്ററായിട്ട് വരുന്നുണ്ട്. പോയത് അബിയുടെ ആണെങ്കിലും പണി കിട്ടിയത് എനിക്കാണ്. കുട്ടീനെ ഒന്ന് കൈമാറിയെടുക്കാനും എനിക്കൊരു 10 മിനിറ്റ് കിടന്നുറങ്ങാനും സഹായിച്ചുകൊണ്ടിരുന്ന ഒരു മെയിൻ സോഴ്സല്ലേ വെട്ടിയിട്ട വാഴത്തൻ്റെ പോലെ ഇപ്പോൾ കിടക്കുന്നത്. എല്ലാം വേഗം ശരിയാകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇങ്ങനെ നടുവിന് പണിയും കിട്ടി രണ്ടുപേരും വീട്ടിലിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടും ഇനിയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും കൂടുതൽ റിയാലിറ്റി മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഇൻസിഡൻറ്റ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള ചില തിരിച്ചറിവുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൂടി ആയിരിക്കാം. ഇനിവേ ഉറക്കം പോയി പണിയിട്ടിരിക്കുന്ന എല്ലാ അമ്മമാരും ഹാജരിട്ടോളി.